ഓരോ പ്രഗ്നൻസിക്കും ഓരോ കഥകളായിരിക്കും പറയാനുണ്ടാവുക. ഓരോ പ്രഗ്നൻസിക്കും ഡിഫറെൻറ്റ് ഇമോഷൻസ് ആയിരിക്കും. ചില പ്രഗ്നൻസി പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും, ചിലത് എക്സ്പെക്റ്റഡ് ആയിരിക്കും, മറ്റു ചിലത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, എന്നാൽ വേറെ ചിലത് അൺവാണ്ടഡ് എന്ന് തോന്നിയിട്ടുള്ള പ്രഗ്നൻസീസ് ആയിരിക്കും. ഈ നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഇമോഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കുഞ്ഞുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു ഇമോഷനാണ്. പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രഗ്നൻസി. എക്സ്പെക്റ്റഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെയാണ്, റെഡിയാണ്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ഉണ്ട്, പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അവർ ബേബി ഉണ്ടായപ്പോൾ ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ എന്നുള്ള മോഡിൽ എത്തിയിട്ടുണ്ടാവും. ഈ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പം അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഇപ്പോൾ ബേബി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന പ്രഗ്നൻസി, അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഈവൻ അബോർട്ട് ചെയ്താലോ എന്ന് പോലും ചിന്തിച്ച് പോയിട്ടുണ്ടാവും. പിന്നീട് ഫാമിലിയുടെ കൺവിൻസിങ് പ്രകാരമോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായ ഒരു തീരുമാനപ്രകാരമൊക്കെ മുന്നോട്ട് പോകുന്ന പ്രഗ്നൻസി. ഇതിൽ ഓരോന്നിലും ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇമോഷൻ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന കരുതി നമ്മൾ ഗിൽട്ട് അടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമുക്ക് റീഫ്രെയിമിങ്ങിലൂടെയും മൈൻഡ് റീപ്രോഗ്രാമിലൂടെയും നമ്മുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെയും റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നമുക്കൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്.